ചേലക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. വിരളിപ്പുറത്ത് റാഷിദിന്റെ വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു കത്തിച്ച് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. പൊട്ടാത്ത നിലയിൽ ഒരു ഗുണ്ട് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. ഹെൽമറ്റ് ധരിച്ച യുവാവ് വീട്ടിലെത്തി സ്ഫോടക വസ്തു വീട്ടിലേക്ക് കത്തിച്ചെറിയുന്ന ദൃശ്യവും ശബ്ദവും തീയും പുകയും ഉയർന്നതോടെ യുവാവ് ഓടി രക്ഷപ്പെടുന്നതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ ശബ്ദം കേട്ട് ഉണർന്നതോടെ വീടിന് പുറത്ത് തീയും പുകയും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഇതോടെ നാട്ടുകാരെയും ബന്ധുക്കളെയും പിന്നീട് പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന്റെ ഗേറ്റിന് മുകളിൽ CPMന്റെ കൊടി നാട്ടിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഒരു സൗണ്ട് കേട്ടത്. നല്ലൊരു ഗുണ്ടൊക്കെ പൊട്ടുന്ന സൗണ്ട് കേട്ടത്. അപ്പൊ ഉമ്മ വന്ന് നോക്കിയതാണ്. നമ്മളൊക്കെ എടുക്കുകയെന്ന്. അപ്പൊ നോക്കിയപ്പോ ഇവിടെ ആകെ ഒരു തീ കത്തുന്ന പോലെ പുകയും ഇതൊക്കെയായിരുന്നു. അപ്പൊ വന്ന് നോക്കിയപ്പോ നമ്മൾ ഒരു ഫുട്ബോൾ പൊട്ടിയെടുക്കേണ്ട ഇവിടെ ആ തീയൊക്കെ എന്താ മനസ്സിലായില്ല. അപ്പോ അത് ചെറിയ ഗുണ്ടൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പിന്നെ CCTV ഉണ്ട് ഇവിടെ. അത് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരാൾ ഹെൽമെറ്റ് ഇട്ട് വന്നിട്ട് ഇവിടെ അത് ഒന്ന് വരി പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ലോങ് ആയിട്ട് ഒരു മണ്ണെണ്ണ ഒഴിച്ച പോലത്തെ സാധനം എറിയുന്നുണ്ട്. പുറത്തേക്ക് ആദ്യം വന്നത്. എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അകത്തേക്ക് ഇട്ടുകയാണ്. അപ്പോൾ ഇവിടെ ആകെ കത്തി കരിവാളിപ്പും അതുപോലെ തന്നെ ഒരു ഫുട്ബോൾ കത്തിക്ക്, പിന്നെ വാതിലിന്റെ അവിടെ ചെറുതായിട്ട് ഒരു കത്തിയൊരു ഇത് ആണ് ഉണ്ടായിരിക്കണത്. പിന്നെ ഒരു ഗുണ്ട് പൊട്ടാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് വന്നിട്ട് പുറത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ പുറത്ത് ഗേറ്റിന്റെ അവിടെ ഒരു കൊടി കെട്ടി പോയിട്ടുണ്ട്. നമ്മള് കോൺഗ്രസ് അനുഭാവി ആയതുകൊണ്ടായിരിക്കും വേറെ ടീം കെട്ടി പോയി വിചാരിക്കണം. ഒരു CCTV കാണുമ്പോൾ 20-25 വയസ്സിന്റെ ഇടയിലുള്ള ചെക്കനാണ് കണ്ടു തോന്നുന്നത്. ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത്. ബാക്കി പോലീസ് ഒന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠന്റെ വീട്ടിലാണ് സംഭവം. ഞാന് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അകലെയാണ്. അപ്പൊ കാലത്തൊരു 5 മണിക്ക് കട മോൻ വിളിച്ചപ്പോ ഇങ്ങനെ എന്താ പൊട്ടി ഇവിടെ എന്താന്ന് പറയണ. അപ്പൊ എന്താ ഒന്നും മനസ്സിലാവാത്ത കാരണം ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് വെച്ചപ്പോ പറഞ്ഞു അത് ഒരു പടക്കം പോലെ എന്താ കാണാണ്ട്, ബോംബാണോ എന്താന്ന് വെച്ചില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വരണമെന്ന് വെച്ചപ്പോ പറഞ്ഞു വരുന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാനങ്ങനെ കിടക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ പലരും ഒക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇവരെ അറിയുന്നത്. ആ സമയത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു മോശപ്പെട്ട അവസ്ഥയാണ്. കാരണം വീടിന്റെ ഉമ്മറത്ത് സിറ്റ് ഔട്ടില് നമ്മൾ പടക്കമൊക്കെ കത്തിച്ചുണ്ടാവുന്ന അവശിഷ്ടങ്ങളും അതുപോലെ അവിടെ ഒരു പന്ത് തന്നെയാണ്, അത് കത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ വാതിലിന് ചെറിയ പരിക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരിക്കാതെ മാതിരി ഒരു ചുവന്ന കൊടിയും കെട്ടി തൂക്കി പോയിട്ടുണ്ട്. ഇവിടെ CCTV ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരില് ഒരാള് മുറ്റത്ത് വന്നിട്ട് ഒരു ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് പോണത് കണ്ട്. ഇതാണ് ഇപ്പൊ നമുക്കുള്ള അനുഭവം. നമ്മളിപ്പോ ഇവിടെ വേറെ രൂപത്തിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് എല്ലാ രാഷ്ട്രീയക്കാരായിട്ടും നല്ല സൗഹൃദവും ഞങ്ങളൊരു കോൺഗ്രസ് ഫാമിലിയാണ്. ഇതൊക്കെയാണ് ഇപ്പൊ അതിൽ പറയാനുള്ളത്. പിന്നെ കുറച്ച് വിവരം അറിയിച്ചപ്പോ അതിനോട് ബന്ധപ്പെട്ട് പോലീസൊക്കെ ഇവിടെ വന്ന് മറ്റു അന്വേഷണങ്ങളൊക്കെ നടത്താനുള്ള ശ്രമമുണ്ട്. പോലീസ് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. എന്താ എന്ന് അറിഞ്ഞൂടെ അതിന്റെ ഭാഗമായിട്ട്. ഇതൊക്കെ തന്നെ പറയാനുള്ളത്.
പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.